ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവ സംഘങ്ങൾ പിടിയിലായി. സഹോദരങ്ങളായ കറുപ്പയ്യയും നാഗരാജുമാണ് പിടിയിലായത്. ഇടുക്കി രാജകുമാരിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ രണ്ടുപേരെ പിടികൂടിയത് ഇടുക്കി രാജകുമാരിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ്. പോലീസ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്? എങ്ങനെയാണ് ഇവർ പിടിയിലായത്? ഇവർ എവിടെയൊക്കെ മോഷണം നടത്തിയിട്ടുണ്ട്? കേരളത്തിലും തമിഴ്നാട്ടിലും ഇവർക്കെതിരെ ധാരാളം കേസുകളുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇവർ തമിഴ്നാട് പോലീസിന്റെ പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതികളാണ്, സഹോദരങ്ങളാണ്. രണ്ടാം ഘട്ട പോലീസിന് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രണ്ടാം ഘട്ടമായി കുറുവ സംഘത്തിന്റെ വേട്ട, കുറുവ മോഷണത്തിലെ പ്രതികളെ പിടികൂടാനുള്ള സംഘം കേരളത്തിലും തമിഴ്നാട്ടിലടക്കം തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ പുതിയ കുറുവ സംഘത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ, ആ തെരച്ചിലാണ് 2021 കേരളത്തിൽ, പ്രത്യേകിച്ചും ആലപ്പുഴ മണ്ണഞ്ചേരിയിലൊക്കെ തന്നെ 2021 ഇതിനു മുൻപ് മോഷണം നടന്നിരുന്നു. അങ്ങനെ 2021 മോഷണം നടത്തിയ പ്രതികളെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലെ മോഷണ കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കുറുവ സംഘത്തിൽപ്പെട്ട പഴയ ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പുതിയ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ പഴയ പ്രതികൾ പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതികൾക്ക് നേരത്തെ നാഗർകോവിൽ പോലീസിന്റെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങൾക്ക് മുൻപാണ് മണ്ണഞ്ചേരി പോലീസ് ഇവരെ പിടികൂടിയതെങ്കിൽ കൂടി വിവരം പുറത്തുവിട്ടിരുന്നില്ല. ഇവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഈ വിവരം പുറത്തുവിട്ടതും. നിലവിൽ നാഗർകോവിൽ പോലീസിൽ ഇവർക്ക് അറസ്റ്റ് വാറണ്ട് ഉള്ളത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഗർകോവിൽ പോലീസിന് നിയമപരമായി അവർക്ക് ആദ്യം കൈമാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാഗർകോവിൽ പോലീസിന് ഇവരെ കൈമാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തമിഴ്നാട് പോലീസ് ഏറെ നാളുകളായി, ഇപ്പോൾ ഈ 3-4 വർഷങ്ങളായി ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴൊന്നും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. ഇപ്പോഴും മണ്ണഞ്ചേരി പോലീസിന് കിട്ടിയ രഹസ്യ വിവരമാണ് ഇടുക്കിയിൽ രാജകുമാരിയിൽ ഒരു ഒളിത്താവളത്തിലാണ് ഇവർ താമസിക്കുന്നതെന്നുള്ള വിവരം അറിഞ്ഞ ശേഷമാണ് ഇവർ അവിടെ എത്തി. വളരെ സാഹസികമായിട്ടാണ് ഇവർ പിടികൂടിയിട്ടുള്ളത്. കേരളത്തിലും തമിഴ്നാട്ടിലും എണ്ണമറ്റ രാത്രികാല ഭവനവേദന മോഷണ കേസുകളിലെ പ്രതിയാണ് ഈ സഹോദരങ്ങളായിട്ടുള്ള കറുപ്പയ്യയും നാഗരാജും എന്നാണ് നിലവിൽ അറിയിക്കുന്നത്. എന്താണെങ്കിലും ആലപ്പുഴ SP MP മോഹനചന്ദ്രന് തമിഴ്നാട് സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെയും ഉദ്യോഗസ്ഥരുടെയും നാഗർകോവിൽ പോലീസിന്റെയും അഭിനന്ദന പ്രവാഹം എത്തിയിട്ടുണ്ട്. അത്രയും വിദഗ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരെ പിടികൂടിയതെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ, യെസ്, ഈ ചിത്രങ്ങളിൽ കാണുന്നത് സഹോദരങ്ങളാണ്, കറുപ്പയ്യ, നാഗരാജ്. രണ്ടുപേരും പിടികിട്ടാ പുള്ളികളാണ് തമിഴ്നാട് പോലീസിന്റെ. ഇടുക്കി രാജകുമാരിയിലെ ഒളിത്താവളത്തിൽ നിന്ന് കേരള പോലീസ് ഏതാണ്ട് സാഹസികമായി തന്നെ ഇവരെ പിടികൂടി എന്നാണ് ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറും. 2021 കേരളത്തിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ട്. ഈ പുതിയ കുറുവ സംഘങ്ങളെ തേടി നടത്തിയ അന്വേഷണത്തിലാണ് 2021 മുതൽ കേരളത്തിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകൾ നടത്തി വന്ന ക്രിമിനലുകളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.